ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്ന് ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നമ്മുടെ കടലയുണ്ടല്ലോ, കടലയും പിന്നെ പംകിനും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഈ കടലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 6-7 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്ത കടലയാണ്. അത് നമുക്ക് ഒരു കുക്കറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബ്രൗൺ കളർ കടല തന്നെ എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. വെള്ളക്കടലയാണേലും നമുക്ക് കുഴപ്പമില്ല, എടുക്കാം. ഇനി ഈ കടല വേവാനും പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. 1 കപ്പോളം കടലയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് കുതിർന്നതിന് ശേഷമുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉപ്പ് ഇച്ചിരി ഇപ്പം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, പിന്നീടായാലും നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ കടലയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അപ്പം അതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കണം. എനിക്കൊരു 4-5 വിസിലായിട്ടുണ്ട്. ഇത് അവിടെ ഇരുന്ന് ഒന്ന് വേവുമ്പോഴേക്കേ നമുക്ക് പംകിനൊക്കെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിതാണ് ഇതുപോലെയാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ, ഒരുപാട് അങ്ങ് വലുതാക്കണ്ട. ഇനി നമ്മൾ അവിടെ അടുപ്പത്ത് വെച്ചിരുന്ന നമ്മുടെ ആ ഒരു കടല ഉണ്ടല്ലോ, അതും അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ അമർത്തി നോക്കുമ്പോഴേക്കും നല്ല പോലെ ഒന്ന് അമുങ്ങി വരണം. ആ ഒരു പരുവം വരെയാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. കണ്ടോ, അതങ്ങ് പോയി. ഞാൻ കാണിച്ചു തരാം. അപ്പം നല്ല പോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേനും ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ചേർക്കുന്നത്, വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ കടുകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയ്ക്ക് അത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു, അതങ്ങനെ പൊട്ടലും ചീറ്റലും ഒക്കെ. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് നീളത്തിൽ ഇതുപോലെ നരഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരമായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. സവാളയ്ക്ക് ഒന്ന് വെന്ത് കിട്ടണം, അത്രേ ഉള്ളൂ. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയാവേ. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടേ ഉള്ളൂ. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പംകിൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഈ പംകിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ കടല എടുക്കുന്നതായിരിക്കും കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് നല്ലത്. അപ്പം ഇതുപോലെ നല്ല പോലെ അങ്ങ് മിക്സാക്കി എടുക്കാം. എണ്ണയിലിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റി എടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കാവൂ. കടലയ്ക്കകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം പംകിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് വേണം ഇപ്പം ചേർത്ത് കൊടുക്കാനായിട്ടേ. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് അതായത് ഒരു പച്ചമുളക് മാത്രമേ ഞാനത് അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. ഞാനിവിടെ എനിക്ക് വളരെ കുറച്ച് എരിവ് മതി, അതുകൊണ്ട് ഞാൻ ഒരൊറ്റ പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. ഇനി എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വീണ്ടും ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ജസ്റ്റ് ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരമായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പംകിനൊക്കെ നല്ല പോലെ അങ്ങ് വേവിച്ചെടുക്കണം. അതിന് ഞാൻ ഒരല്പം വെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്തിരി വെള്ളം ചേർത്തത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ വെള്ളം ചേർക്കണം തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഒന്ന് മിക്സാക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം വേവൊന്നുമില്ല ഇതിന്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചേക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. നമ്മുടെ പംകിനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റാനും ഉണ്ട്. കണ്ടോ, ഒന്ന് തൊട്ട് നോക്കുമ്പോഴേ നല്ല പോലെ അങ്ങ്
ഇങ്ങനെ അമുങ്ങി രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ പംകിൻ വെന്തതിൽ ഒരല്പം വെള്ളം ബാക്കി ഉണ്ടായിരുന്നു, കടലയിൽ ഒരല്പം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു സമയം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് പാകമായിട്ട് ഞാൻ ചേർക്കുന്നില്ല. ഇതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ ഒരു പംകിനും കടലയും എല്ലാം നല്ല വെന്തിട്ടുണ്ട്, അതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കൂടുന്നത്. അപ്പോൾ തേങ്ങയ്ക്ക് അങ്ങനെ കണക്കൊന്നുമില്ല, കുറച്ച് വേണമെങ്കിലും ചേർക്കാം, കുറച്ചധികം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ ഇത്തിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്, എനിക്ക് തേങ്ങ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മാത്രം മതി. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു തോരനാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇത് നമുക്ക് എണ്ണയൊക്കെ ചേർക്കാതെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കേണ്ടതായതുകൊണ്ട് കുറച്ച് എണ്ണ ചേർത്തതേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതിൽ എണ്ണയൊന്നും ചേർക്കാറില്ല. എൻ്റെ അടിപൊളി ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നിങ്ങൾ തോരൻ ഇതുവരെയും ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ, അതായത് ഈ 2 കോമ്പിനേഷൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. സ്കൂളിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.